നമസ്കാരം. സുഭാഷിതം. പ്രഥമേനാർജിത വിദ്യ, ദ്വിതീയേനാർജിതം ധനം, തൃതീയേനാർജിതോ ധർമ്മ, ചതുർത്ഥേ കിം കരിഷ്യതി. ചാണക്യ ശതകത്തിലെയാണ് ഈ സുഭാഷിതം. ശൈശവത്തിൽ വിദ്യാഭ്യാസവും, അപ്പം ശൈശവം, ബാല്യം, കൗമാരം, ഈ പ്രായത്തിലെ ഈ സമയത്തിലെ വിദ്യാഭ്യാസവും, യൗവനത്തിൽ ധനസമ്പാദനവും. യൗവനം എന്നതിൽ ഗൃഹാശ്രമത്തിൽ യൗവനം തന്നെ അതുൾപ്പെടെയാണ് ആ ധനസമ്പാദനം എന്ന് പറയുന്നത്. പിന്നെ പ്രൗഢാവസ്ഥയിൽ ധർമാചരണം. പ്രൗഢയായിക്കഴിഞ്ഞാൽ ഒരു 50, 55, 60 ആയിക്കഴിഞ്ഞാൽ അതാണ് പ്രൗഢ എന്ന് പറയുമ്പോൾ. ശരിക്കും 60 അടുത്ത ഒരു സമയത്തിനെയാണ് പ്രൗഢാവസ്ഥ എന്ന് പറഞ്ഞത്. ചെയ്യാത്തവന് വാർദ്ധക്യത്തിൽ എന്ത് ചെയ്യാനാവും? അപ്പം ശൈശവം, ബാല്യം, കൗമാരം, ആ കാലഘട്ടങ്ങളിൽ വിദ്യ നേടിയെടുക്കണം. എത്രയും കഷ്ടപ്പെട്ട് നമ്മളെ വിദ്യ നേടുക എന്നുള്ളതാണ്. പിന്നെ യൗവനം എന്ന് പറഞ്ഞ ഗൃഹാശ്രമം ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു കാലഘട്ടം, നമ്മളെ മധ്യവയസ്കന് എന്നൊക്കെ പറയുന്നത്, ആ സമയത്ത് നമ്മൾ ധനസമ്പാദനം. അപ്പൊ നമുക്ക് ആ സമയത്താണ് ധനസമ്പാദനത്തിലുള്ള അവസ്ഥ, ആ അവസരം അതാണ്. അപ്പൊ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ധനസമ്പാദനം, അതിനുശേഷവും നമ്മൾ ഒരു പ്രൗഢ അവസ്ഥ കഴിയുമ്പോൾ വാർദ്ധക്യമാവും. വാർദ്ധക്യത്തിൽ എന്താണ് വേണ്ടിയത്? ധർമ്മം ആചരിക്കണമെങ്കിൽ അതായത് ധർമാർത്ഥ കാമ മോക്ഷമാണ്, അതിലൂടെ നമുക്ക് മോക്ഷം കിട്ടുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ധർമ്മത്തിലൂടെ ആയിരിക്കണം നമ്മൾ. ചെറുപ്പത്തിൽ വിദ്യ കിട്ടിയാൽ അറിവും തിരിച്ചറിവും ഉണ്ടാകും. ആ തിരിച്ചറിവും വിദ്യയുടെ അറിവും തിരിച്ചറിവും കിട്ടുമ്പോഴാണ് നമുക്ക് ധനസമ്പാദനത്തിനുള്ള അവസരം കിട്ടുന്നത്. അപ്പൊ ആ ധനം സമ്പാദിച്ചുകൊണ്ട് വാർദ്ധക്യത്തിൽ ധർമ്മ ആചരണമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പോകണം എന്നാണ് പറയുന്നത്. വീട്ടിൽ ചുമ്മാ ഇരുന്നാൽ പോരാ, ധാർമ്മികമായ കാര്യങ്ങൾ ചെയ്യാൻ ധാരാളമുണ്ട്, അതൊക്കെ ചെയ്യണം എന്നാണ് ഈ സുഭാഷിതം പറയുന്നത്. അപ്പം വാർദ്ധക്യത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്തെങ്കിലും അവസാനത്തിൽ വാർദ്ധക്യത്തിലെ വാനപ്രസ്ഥമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാർദ്ധക്യത്തിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രൗഢാവസ്ഥയിൽ, അല്ലെങ്കിൽ ശൈശവത്തിലും യൗവനത്തിലും പ്രൗഢാവസ്ഥയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കണം എന്നാണ് സുഭാഷിതം അർത്ഥമാക്കുന്നത്. അപ്പം നമ്മൾക്ക് കിട്ടുന്ന ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ. ആ ഒരിക്കൽ മാത്രം കിട്ടുന്ന ജീവിതം കൊണ്ട് നമ്മൾക്ക് എങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ഈ സുഭാഷിതത്തിലെ കാര്യങ്ങൾ. നമസ്തേ.